പിന്നെ പോയി അതൊക്കെ പിച്ചിയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി അതൊക്കെ പിച്ചിക്കൊണ്ട് വരുന്നു. എന്നിട്ട് ദേണ്ട ചീനച്ചട്ടിയിൽ മുട്ടക്കറിക്കുള്ള എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മുട്ട ഓംപ്ലേറ്റ് അടിക്കാനല്ല, അതിലേക്ക് കുറച്ച് ഉപ്പും ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഫോർക്ക് വെച്ച് ഇളക്കി നന്നായിട്ട് പതപ്പിക്കും. ഇതെന്തിനാണെന്നല്ലേ, ഞാൻ ആദ്യം ഒരു ബിരിയാണി അരി ഇടുന്ന കണ്ടില്ലായിരുന്നോ? എൻ്റെ മോളെ പറ്റിക്കാനാണ്. എന്നിട്ട് ബിരിയാണി ആകുമ്പോൾ എന്തായാലും പപ്പടം വേണമല്ലോ. മുട്ട ബിരിയാണി എന്ന് പറയാം, പക്ഷേ പറ്റിയൊരു ബിരിയാണിയാണ്. അതേ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇത് മുട്ട ബിരിയാണിക്കുള്ള മുട്ടയാണ്. അത് ഏകദേശം ഒരുവിധം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി അരി നേരത്തെ വേവിച്ച് വെച്ചിരുന്നത് കലത്തോടെടുത്ത് അതിലോട്ട് തട്ടുക, പിന്നെ കുറേ നെയ്യെടുത്ത് അതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അടിപൊളി ബിരിയാണി, എന്താ വേണം. ഇനി ഇത് ഓംപ്ലേറ്റ്, അതെൻ്റെ മോനുള്ളതാണ്. അവൻ മുട്ട ബിരിയാണി കഴിക്കത്തില്ല. അപ്പോൾ എല്ലാം ടേബിളിൻ്റെ പുറത്ത് നിരന്നിട്ടുണ്ട്. ചോറായി, ഓംപ്ലേറ്റ്, ചമ്മന്തി, മുട്ടക്കറി, അപ്പം, ചപ്പാത്തി. അത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. മോൾ അപ്പം കഴിക്കത്തില്ല, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ്. പപ്പടം എല്ലാം. ഇനി ഇതൊക്കെ ഇവരുടെ ടിഫിൻ ബോക്സിലാക്കലാണ് അടുത്ത പരിപാടി. ഏകദേശം എല്ലാം ഒരുവിധം ഒതുക്കി പപ്പടം കൂടി കവറിലിട്ട് സെറ്റ്. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ കുളിച്ച് അമ്പലത്തിലും പോയിട്ട് വന്നിരുന്ന് കാപ്പി കുടിക്കുവാണ്. കള്ളിപ്പാറു, ഇവളുടെ നെറ്റിയിലെ ചന്ദനക്കുറി കള്ളത്തരം. അവൾ അമ്പലത്തിൽ പോയില്ല, ചേട്ടായി പോയതിട്ട്. എന്നിട്ട് കള്ളി രാവിലെ ബിരിയാണി തിന്നുന്നു. ഞാൻ അവളുടെ യൂണിഫോമും കൊണ്ട് നെട്ടോട്ട് ഓടി വരുന്നു. ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇവളെ ഒരുക്കി വിടുന്നത്. അടങ്ങിക്കത്തില്ല, എന്നെ ഇക്കളാക്കലാണ് അവളുടെ മെയിൻ ജോലി. അവളത് തന്നെ ചെയ്യും. ഇനി മുടി കെട്ടാൻ അവിടെയും ഒരംഗമാണ്. ഏതാണ്ട് ഒരുവിധം മുടി കെട്ടി. ഇനി ആൾ കണ്ണെഴുതാതെ ഇറങ്ങത്തില്ല, അവളുടെ നിർബന്ധമാണത്. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് സ്പ്രേ അടിക്കണം. അല്ല, ഇവള് സത്യത്തിൽ കല്യാണത്തിനെങ്ങാനും പോവുകയാണോ എന്തോ. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കലാപരിപാടികൾ അവസാനിച്ച് ടാറ്റ പറഞ്ഞ് അവർ സ്കൂളിൽ പോയപ്പോൾ